മലയാളിയെ ഞെട്ടിച്ച സിനിമകൾ എന്ന് പറയുമ്പോൾ അവനെ പേടിപ്പിച്ച ഹൊറർ സിനിമകളെയല്ല ഉദ്ദേശിക്കുന്നത്. മലയാള സിനിമയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന വഴിത്തിരിവായ നാഴികക്കല്ലുകളായി മാറിയ സിനിമകളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലയാള സിനിമ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അതുവരെയുള്ള സിനിമാ കാഴ്ചകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായതും അപ്രതീക്ഷിതമായതുമായ സിനിമകളെയാണ് ഇവയെല്ലാം തന്നെ. ഈ സിനിമകളിൽ ചിലത് പിന്നീട് മലയാള സിനിമാ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന സിനിമകളായി മാറിയിട്ടുമുണ്ട്. മറ്റു ചിലതാകട്ടെ അപ്രതീക്ഷിത കാഴ്ചയ്ക്കും അപ്പുറം കാലത്തിൻ്റെ വിസ്മൃതിയിൽ ആണ്ടുപോയവയുമാണ്. അങ്ങനെയുള്ള സിനിമകളിൽ ചിലതാണ് ഇന്ന് സിനിമാ കമ്പം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റുമെല്ലാം ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുന്നതിന് കാരണമാവും. കൂടാതെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും. മലയാള സിനിമയുടെ ആദ്യ 2 ദശകങ്ങളോളം കുറേ മലയാള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അവയെല്ലാം തന്നെ മലയാളവുമായോ മലയാളിയുമായോ വലിയ ബന്ധമൊന്നും പുലർത്താത്തവയായിരുന്നു. മിക്കതിൻ്റെയും പ്രമേയങ്ങൾ തമിഴിൽ നിന്നും ഹിന്ദിയിൽ നിന്നും കടം കൊണ്ടതോ അല്ലെങ്കിൽ പാട്ടും ഡാൻസും തമാശയുമൊക്കെ കൂട്ടിക്കലർത്തിയ അക്കാലത്തെ ഉത്സവങ്ങളിലുമെല്ലാം കാണിക്കുന്ന കലാപ്രകടനങ്ങളുടെ തനി പകർപ്പായിരുന്നു സിനിമകളും. അക്കാലത്തെ സിനിമകളിൽ ഗാനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും അവയൊന്നും തന്നെ സാധാരണ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ആസ്വാദ്യകരവുമായിരുന്നില്ല. മിക്കതും തമിഴും സംസ്കൃതവും എല്ലാം കലർന്ന ശാസ്ത്രീയ ഗാനരൂപത്തിലായിരുന്നു പുറത്തിറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഗാനങ്ങളും ഗാനരംഗങ്ങളും ഒന്നും തന്നെ അവനെ ആകർഷിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1954 നീലക്കുയിൽ എന്ന സിനിമ ഇറങ്ങിയത്. ഉറൂബ് കഥയും തിരക്കഥയും എഴുതിയ രാമു കരിയാട്ടും P. ഭാസ്കരനും സംവിധാനം നിർവഹിച്ച സിനിമയായിരുന്നു നീലക്കുയിൽ. സത്യൻ, മിസ് കുമാരി, P. ഭാസ്കരൻ തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ. മലയാള സിനിമയിലെ ഇതിഹാസമായി മാറിയ സത്യനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. എന്നാൽ ഇതിനുമെല്ലാം അപ്പുറം ഈ സിനിമ ഓർമ്മിക്കപ്പെടുന്നത് മറ്റ് പല കാര്യങ്ങൾ കൊണ്ടാണ്. അതിലൊന്ന്, മലയാള സിനിമയെ അതിൻ്റെ മലയാള തനിമയിലേക്ക് കൊണ്ടുവന്ന ആദ്യ സിനിമയാണ് നീലക്കുയിൽ. അതിൻ്റെ കഥയാവട്ടെ സംഭാഷണങ്ങളാവട്ടെ എല്ലാം തന്നെ ഒരു മലയാളിത്വവും സാധാരണത്വവും ഉണ്ടായിരുന്നു. നമ്മൾ സംസാരിക്കുന്നത് പോലെ അതിലെ കഥാപാത്രങ്ങൾ സംസാരിച്ചപ്പോൾ അത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു. രണ്ടാമത്, അതിലെ ഗാനങ്ങൾ. ഇന്ന് നാം ആസ്വദിക്കുന്ന മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ തുടക്കം നീലക്കുയിലിലൂടെ ആണെന്ന് പറയാം. ശാസ്ത്രീയ സംഗീതത്തെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് തികച്ചും ലളിതമായ സംഗീതം P. ഭാസ്കരൻ രചിച്ച ഗാനങ്ങൾക്ക് K. രാഘവൻ നൽകിയപ്പോൾ അത് മലയാള സിനിമാ ഗാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. തികച്ചും നാടൻ ശീലുകളിൽ കോർത്തിണക്കിയ ആ ഗാനങ്ങളെല്ലാം തന്നെ സംഗീതം കൊണ്ട് ഉള്ള മാധുര്യം മാത്രമല്ല, ഓരോ ആസ്വാദകനും അവൻ്റെ ജീവിത പശ്ചാത്തലത്തെ അനുഭവഭേദ്യമാക്കുന്ന രീതിയിലായിരുന്നു അതിലെ ഓരോ വരികളും. അതിലെ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലിക്കിയ സുന്ദരി എന്ന ആ ഗാനമെല്ലാം മലയാളത്തിൽ മാപ്പിള ഗാന ശാഖയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. പിന്നീട് ഇന്ന് വരെ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ മാപ്പിള ഗാന ശൈലിയുടെ തുടക്കം വന്നത് നീലക്കുയിലിലെ P. ഭാസ്കരൻ്റെ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്ന ആ ഗാനത്തിൽ നിന്നാണ്. കൂടാതെ എല്ലാവരും ചൊല്ലണ്, എങ്ങനെ നീ മറക്കും കുയിലെ തുടങ്ങിയ ഗാനങ്ങൾ അരനൂറ്റാണ്ടുകൾക്കിപ്പുറം ഇന്നും മലയാളിയുടെ മനസ്സിൽ മായാതെ മങ്ങാതെ കിടക്കുന്ന ഗാനങ്ങളാണ്. 1964 ഭാർഗവി നിലയം പുറത്തിറങ്ങിയത്. A. വിൻസെന്റ് സംവിധാനം ചെയ്ത ഈ സിനിമയുടെ കഥയും തിരക്കഥയും പ്രശസ്ത സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ്. മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ സിനിമയാണിത്. അതുവരെ മലയാളി കേട്ടും വായിച്ചു മറിഞ്ഞ പ്രേതം ആദ്യമായി അവൻ്റെ മുന്നിൽ തിരശീലയിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ സിനിമയിലൂടെയാണ്. മലയാള സിനിമയിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ പിന്നീട് ഈ സിനിമയിൽ അനുവർത്തിച്ച ഹൊറർ സിനിമകളുടെ പല പാറ്റേണുകളും ആവർത്തിക്കപ്പെട്ടു. ഒറ്റപ്പെട്ട ബംഗ്ലാവും പ്രേതത്തിൻ്റെ ചിരിയും വെള്ള സാരിയുടുത്ത പ്രേതങ്ങളും പുകച്ചുരുളുകളും പാലമരവുമെല്ലാം
പല സിനിമകളിലും പിന്നീട് ആവർത്തിക്കപ്പെട്ട് പ്രേക്ഷകരെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഭാർഗവി നിലയം ആദ്യത്തെ ഹൊറർ മൂവി എന്ന പേരിൽ മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഓർമ്മിക്കുന്നത്. മലയാള സിനിമയിലെ ക്ലാസിക്കുകളിൽ ഒന്നാണ് ഈ സിനിമ. താമസമെന്തേ വരുവാൻ തുടങ്ങിയ അതിലെ മികച്ച ഗാനങ്ങൾ ഇന്നും മലയാളിക്ക് ആസ്വാദനം മങ്ങാത്ത ഗാനങ്ങളാണ്. പൂത്താലി എന്നത് 1960 പുറത്തിറങ്ങിയ ഒരു മലയാള സിനിമയാണ്. ഒരുപക്ഷെ മലയാളികൾ അധികം ഓർമ്മിക്കാൻ സാധ്യതയില്ലാത്ത, മലയാള സിനിമാ ചരിത്രത്തിൽ വലിയ സ്ഥാനമൊന്നുമില്ലാത്ത ഒരു സാധാരണ സിനിമയാണ് പൂത്താലി എന്നത്. എന്നാൽ ഈ സിനിമ മലയാളിയെ ഞെട്ടിച്ചത് മറ്റൊരു രൂപത്തിലാണെന്ന് മാത്രം. മലയാളത്തിലെ ആദ്യത്തെ ഡബിൾ റോൾ സിനിമയാണ് ഇത്. ഇതിലെ നായകൻ ഡബിൾ റോളിൽ ഒരേ സ്ക്രീനിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മലയാളി അക്ഷരാർത്ഥത്തിൽ അന്ന് ഞെട്ടിപ്പോയിരുന്നു. പ്രശസ്ത നോവലിസ്റ്റായ മുട്ടത്തി വർക്കി കഥ എഴുതി പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത സിനിമയാണ് പൂത്താലി. ടി.കെ. ബാലചന്ദ്രൻ, മിസ് കുമാരി തുടങ്ങിയവരാണ് ഇതിലെ അഭിനേതാക്കൾ. ആദ്യത്തെ ഡബിൾ റോൾ ചിത്രം എന്നതിനുമപ്പുറം ഈ സിനിമയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. എങ്കിൽ പോലും മലയാള സിനിമയിൽ അതിനുശേഷം ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങുകയും പ്രേക്ഷകരെ ആകർഷിക്കുകയും വൻ വിജയം കൊയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ഡബിൾ റോൾ സങ്കേതം എന്നത് അന്ന് മാത്രമല്ല ഇന്നും പ്രേക്ഷകരെ. കണ്ണൂർ ഡീലക്സ് എന്നത് KSRTC 1967 ആരംഭിച്ച തിരുവനന്തപുരം കണ്ണൂർ ബസ് സർവീസാണ്. KSRTC ഇന്നും തുടരുന്ന അപൂർവം ചില ബസ് സർവീസിൽ ഒന്നാണ് അത്. 1969 AB രാജ് സംവിധാനം ചെയ്ത കണ്ണൂർ ഡീലക്സ് എന്ന സിനിമ പുറത്തിറങ്ങിയത്. മലയാളത്തിലെ ആദ്യത്തെ റോഡ് മൂവിയാണ് ഈ സിനിമ. ആ കാലഘട്ടങ്ങളിലൊക്കെ ആവട്ടെ മലയാള സിനിമയിൽ മിക്ക ഭാഗവും പലപ്പോഴും ഇൻഡോറിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അങ്ങനെ ഇൻഡോറിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സിനിമയെ ഔട്ട്ഡോറിലേക്ക് കൊണ്ടുപോരുക മാത്രമല്ല, അതിന് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ വിവിധ ലൊക്കേഷനുകളിലും ബസ്സിനുള്ളിലുമായി ചിത്രീകരിക്കുക എന്ന ഒരു ഭഗീരഥ യത്നം കൂടി അന്ന് ഈ സിനിമ സാധ്യമാക്കി തീർത്തു. അതുകൊണ്ട് തന്നെ ഈ സിനിമ അന്ന് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ കൂടിയാണ്. ഇതിലെ പ്രധാന നടീനടന്മാർ പ്രേം നസീർ, ഷീല തുടങ്ങിയവരാണ്. അരനൂറ്റാണ്ടിന് ശേഷം ഇന്ന് നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമ്മുടെ അരനൂറ്റാണ്ടിന് മുമ്പുള്ള കേരളത്തെ നമുക്ക് ഈ സിനിമയിലൂടെ വ്യക്തമായി കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ടൈം മെഷീനിൽ കാലത്തിൻ്റെ പിന്നോട്ട് പോയി അരനൂറ്റാണ്ടിന് മുമ്പുള്ള തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ഒരു യാത്രാനുഭവം ഈ സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല ഈ സിനിമ പിന്നീട് കേരളവും കർണാടകവും തമ്മിലുള്ള KSRTC എന്ന ലോഗോയ്ക്ക് വേണ്ടിയുള്ള കേസിനിടയിൽ ആ ട്രേഡ് മാർക്ക് തിരിച്ചു കിട്ടുന്നതിനുള്ള ഒരു ചരിത്രരേഖയായി മാറുകയും ചെയ്തിട്ടുണ്ട്. വടക്കൻ പാട്ടുകൾ എന്നത് മലയാളിയുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. അവൻ്റെ കൃഷിയിടങ്ങളിൽ, ഞാറ്റുവേലകളിൽ ഈ പാട്ടുകൾ പരക്കെ ഒരു കാലത്ത് മലയാളി പാടിക്കൊണ്ടിരുന്നു. അങ്ങനെ പാടി കൈമാറിയ ആ പാട്ടുകൾക്ക് ഒരു ദൃശ്യരൂപം മലയാളത്തിൽ ആദ്യമായി വന്നത് 1961 പുറത്തിറങ്ങിയ ഉണ്ണിയാർച്ച എന്ന സിനിമയിലൂടെയാണ്. തങ്ങൾ പല ആവർത്തി പാടിയ വടക്കൻ പാട്ടിലെ ഉണ്ണിയാർച്ചയും ആരോമൽ ചേകവറും ചന്തുവും കുഞ്ഞിരാമനുമെല്ലാം തിരശീലയിൽ രാഗിണിയുടെയും സത്തിൻ്റെയും എല്ലാം രൂപത്തിൽ വന്നപ്പോൾ അത് അവർക്ക് ഒരു ആശ്ചര്യകരമായ ഒരു കാഴ്ചയായിരുന്നു. ഉണ്ണിയാർച്ച ഒരു തുടക്കമായിരുന്നു. മലയാള സിനിമയെ മിത്തുകളിലേക്കും ചരിത്രങ്ങളിലേക്കും പുരാണങ്ങളിലേക്കുമെല്ലാം മുന്നോട്ട് നടത്തിയ സിനിമയുടെ തുടക്കമായിരുന്നു ഉണ്ണിയാർച്ച. പിന്നീട് വടക്കൻ പാട്ടുകളെ അധികരിച്ചു തന്നെ 12ഓളം സിനിമകൾ മലയാളത്തിലിറങ്ങി. ശാരംഗപാണിയുടെയും കുഞ്ചാക്കോയുടെയും നേതൃത്വത്തിലിറങ്ങിയ ആരോമലിൻ്റെയും തുമ്പോലാർച്ചയും തുടങ്ങി അവസാനം NTയുടെയും ഹരിഹരൻ്റെയും കൈകളിലെത്തിയപ്പോൾ ഒരു വടക്കൻ വീരഗാഥയിലൂടെ അതുവരെയുള്ള വടക്കൻ പാട്ടുകളിലെ വിത്തും പതിരും തിരിച്ചറിഞ്ഞ് മിത്തുകളെയാകെ പൊളിച്ചെഴുതി എത്തി നിൽക്കുമ്പോഴും മലയാളിക്ക് അവൻ്റെ ആദ്യ വടക്കൻ പാട്ട് സിനിമാ കാഴ്ചയായ ഉണ്ണിയാർച്ചയെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. സ്വയംവരം ഇറങ്ങിയത് 1972 അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ സിനിമ മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. മലയാളത്തിലെ നവതരംഗ സിനിമകളുടെ തുടക്കമാണ് സ്വയംവരത്തിലൂടെ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയത്. മലയാള സിനിമയെയും മലയാള സിനിമാ ഭാഷയെയും പുനർനിർവചിച്ച ഒരു സിനിമയാണ് സ്വയംവരം. മാത്രമല്ല ആദ്യമായി സിങ്ക്രണൈസ്ഡ് സൗണ്ട് മലയാള സിനിമയിൽ ഉപയോഗിച്ചുകൊണ്ട് മലയാള സിനിമയെ തികച്ചും യാഥാർത്ഥ്യ ബോധത്തിലേക്ക് അടുപ്പിച്ച സിനിമയാണ് സ്വയംവരം.
പിന്നീട് ഇതിന് പിൻഗാമികളായി ഒരു വലിയ നിര തന്നെ മലയാള സിനിമയിലുണ്ടായി. അരവിന്ദൻ, ബക്കർ, പവിത്രൻ, ജോൺ അബ്രഹാം തുടങ്ങി ഒരുപാട് പേർ നവതരംഗ സിനിമയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പങ്കാളിത്തം വഹിച്ചവരാണ്. മലയാള സിനിമയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച സിനിമകളാണ് ഇവയെല്ലാം തന്നെ. ഇങ്ങനെ പരീക്ഷണാത്മകമായ സംരംഭങ്ങൾക്ക് സംവിധായകരും നിർമ്മാതാക്കളുമെല്ലാം മുന്നോട്ടിറങ്ങുമ്പോഴാണ് സിനിമ മാറ്റങ്ങൾക്ക് കാരണമാവുക. ആ മാറ്റങ്ങളാണ് സിനിമയെ ചലനാത്മകമാക്കുന്നതും പ്രേക്ഷക ആസ്വാദനത്തെ നവീകരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സിനിമകൾ മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം.